LSS വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാത്സിന്റെ മോഡൽ എക്സാം ആണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അഞ്ചാമത്തെ വീഡിയോ ആണ്, അഞ്ചാമത്തെ മോഡൽ എക്സാം ആണ്. മലയാളം, ഇംഗ്ലീഷ്, GK, പരിസര പഠനം, ഇത് നാലും നമ്മൾ ചെയ്തു. ഇനി ഇത് ഗണിതത്തിൻ്റെ ആണ്. മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കാരണം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ അവർക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത്. നമ്മൾക്ക് പേപ്പർ 1ഉം പേപ്പർ 2 ആണുള്ളത്. പേപ്പർ 1ൽ മലയാളം, ഇംഗ്ലീഷ്, GK, പേപ്പർ 2ൽ പരിസര പഠനം, ഗണിതം. അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ നമ്പർ അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഇട്ട് പോകുന്നത്. പേപ്പർ 2ൽ പാർട്ട് A പരിസര പഠനമാണ്. അതിൽ 1 മുതൽ 12 വരെയാണ് പരിസര പഠനത്തിൻ്റെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി പാർട്ട് B, അതിൽ 13 മുതൽ 24 വരെയാണ് മാത്സിൻ്റെ ചോദ്യം വരിക. അപ്പോൾ അതിൽ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്, പിന്നെ ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 13ാമത്തെയും 14ാമത്തെയും ചോദ്യത്തിൽ ABC എന്ന് പറഞ്ഞിട്ട് സബ് ചോദ്യങ്ങൾ ഉണ്ടാവും. അതിന് മാർക്ക് ഡിഫറൻസ് വരും. പിന്നെ 15 മുതൽ 24 വരെ ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതുപോലെ നമ്മൾ വീഡിയോയിൽ ക്വസ്റ്റ്യൻ മാത്രമേ പറയാറുള്ളൂ. അത് നിങ്ങൾക്കൊരു ആ ഒരു എക്സാമിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു എക്സാം ഫീൽ ചെയ്യൂല. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്തിട്ട് ആൻസർ കീ പിന്നെ ഗ്രൂപ്പിൽ വിടാമെന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ കീ കിട്ടാൻ വേണ്ടിയിട്ട് ടീച്ചർ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിൽ ആൻസർ കീ വിടും. അത് നോക്കിയിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ താഴെ ടീച്ചർ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ മാത്സ് ആൻസർ കീ എന്ന് പറഞ്ഞ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ ആൻസർ കീ വിട്ടുതരാം. ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മളിപ്പോൾ എല്ലാ വിഷയത്തിൻ്റെയും 1ാമത്തെ യൂണിറ്റിൻ്റെ മോഡൽ എക്സാമാണ് നടത്തിയത്. ഈ മാത്സിൻ്റെ ഇന്നത്തെ ഈ ക്വസ്റ്റ്യനോട് കൂടിയിട്ട് എല്ലാ യൂണിറ്റും കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓരോ യൂണിറ്റ്, പിന്നെ എല്ലാ വിഷയത്തിൻ്റെയും 2ാമത്തെ യൂണിറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യന്. LSS നമുക്ക് അറിയാലോ 80 മാർക്കിനാണല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു 80 മാർക്കിൻ്റെ എത്ര മാർക്കിനാണോ ഓരോ വിഷയം വരുന്നത് അതിനനുസരിച്ച് ആ ഒരു മോഡലിൻ്റെ രീതിക്കനുസരിച്ചിട്ട് തന്നെയാണ് ഇനി അടുത്ത ഓരോ വീഡിയോകളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതുവരെയുള്ള എല്ലാ വീഡിയോയിലും എല്ലാ ക്വസ്റ്റ്യനും എല്ലാ വിഷയത്തിൻ്റെയും ക്വസ്റ്റ്യനിലും ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് തന്ന് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള ഓരോ വീഡിയോയിലും അല്ലെങ്കിൽ ഓരോ മോഡലിലും എന്ത് ചെയ്യും, ക്വസ്റ്റ്യന് വായിച്ച് തരില്ല, ക്വസ്റ്റ്യൻ മാത്രം പിന്നെ വീഡിയോ ആക്കിയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് എക്സാം എഴുതുന്നത് പോലെ തന്നെ എഴുതുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ ഓരോ വീഡിയോയിലും പറഞ്ഞതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മുന്നത്തെ വീഡിയോകൾ കാണാതെ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയയും കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയേണ്ടി വന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ മാത്സിൻ്റെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 20 മാർക്കാണ് മാത്സിനുണ്ടാവുക. അപ്പോൾ ഓക്കെ, 13ാമത്തെ ചോദ്യം. ഒരു ചിത്രം തന്നിട്ടുണ്ട്, അതായത് ഒരു ചതുരത്തിൻ്റെ ചിത്രമാണ്. ഈ പ്രസ്താവന തന്നത് നമുക്ക് വായിക്കാം. നിങ്ങളുടെ സ്കൂളിലെ പൂന്തോട്ടത്തിൻ്റെ ചിത്രമാണ് താഴെയുള്ളത്. നിങ്ങളുടെ സ്കൂളിലെ പൂന്തോട്ടത്തിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇനി ചോദ്യം, ചോദ്യം, ഈ പൂന്തോട്ടത്തിൻ്റെ ചുറ്റളവ് എത്ര? ഈ പൂന്തോട്ടത്തിൻ്റെ ചുറ്റളവ് എത്ര? അളവുകളൊക്കെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അളവുകൾ നോക്കുക, എന്നിട്ട് ചുറ്റളവ് കണ്ടെത്തുക. അതിൽ B ചോദ്യം, ഈ പൂന്തോട്ടത്തിന് ചുറ്റും വേലി കെട്ടാനായി 1 മീറ്റർ അകലത്തിൽ എത്ര കമ്പുകൾ നടേണ്ടി വരും? ഈ പൂന്തോട്ടത്തിന് ചുറ്റും വേലി കെട്ടാനായി 1 മീറ്റർ അകലത്തിൽ എത്ര കമ്പുകൾ നടേണ്ടി വരും? അപ്പോൾ നമുക്ക് ചുറ്റളവ് കിട്ടിയാൽ പെട്ടെന്ന് ഈ കണക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ട്രിക്ക് എന്നൊന്ന് ആലോചിച്ചാൽ ഉത്തരം കിട്ടും. ഇനി 13ൽ C ചോദ്യം, ചുറ്റിലും വേലി കെട്ടാനായി മീറ്ററിന് 100 രൂപയാണെങ്കിൽ ആകെ എത്ര രൂപ വേണ്ടി വരും? അപ്പോൾ നമുക്ക് ചുറ്റളവ് കിട്ടി, എത്ര കമ്പുകൾ വേണമെന്ന് കിട്ടി. ഇനി അടുത്ത ചോദ്യം എന്താ, ചുറ്റിലും വേലി കെട്ടാനായി 1 മീറ്ററിന് 100 രൂപയാണെങ്കിൽ ആകെ എത്ര രൂപ വേണ്ടി വരും? ഇതാണ് ABC എന്ന് പറഞ്ഞിട്ട് 13ാമത്തെ ചോദ്യത്തിൽ വരുന്ന 3 ചോദ്യങ്ങൾ. ഇതിൽ A ചോദ്യത്തിന് 2 മാർക്കാണ്, B ചോദ്യത്തിന് 1 മാർക്കാണ്, C ചോദ്യത്തിന് 2 മാർക്കാണ്. അങ്ങനെ 13ൽ 5 മാർക്ക്. അടുത്ത 14ാമത്തെ ചോദ്യം, സമചതുരാകൃതിയായ ഒരു ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 16 സെൻറ്റിമീറ്റർ ആണ്. സമചതുരാകൃതിയായ ഒരു ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 16 സെൻറ്റിമീറ്റർ ആണ്. അതൊരു പ്രസ്താവനയാണ്. ഇനി അതിൽ A ചോദ്യം, B ചോദ്യം, C ചോദ്യം, അങ്ങനെ 3 ചോദ്യങ്ങളുണ്ട്. അതിൽ A ചോദ്യം, ഈ ടൈലിൻ്റെ ചുറ്റളവ് എത്ര? ഈ ടൈലിൻ്റെ ചുറ്റളവ് എത്ര? ഇനി ഇതിൽ B ചോദ്യം, ഈ ടൈലിനെ ഒരേപോലെയുള്ള 2 കഷ്ണങ്ങളാക്കിയാൽ അതിൻ്റെ നീളവും വീതിയും എത്ര? ഈ ടൈലിനെ ഒരേപോലെയുള്ള 2 കഷ്ണങ്ങളാക്കി മാറ്റി, അപ്പോൾ അതിൽ ഒരു കഷ്ണത്തിൻ്റെ നീളവും വീതിയും എത്രയായിരിക്കും? C ചോദ്യം,
ഈ ചതുരത്തിൻ്റെ പരപ്പളവ് കാണുക. ഈ ടൈലിനെ മുറിച്ചപ്പോൾ നമുക്കൊരു ചതുരം കിട്ടി. ആ ചതുരത്തിൻ്റെ നീളവും വീതിയും കിട്ടി. ഇനി എന്ത് ചെയ്യണം? അതിൻ്റെ പരപ്പളവ് കാണണം. ഇതാണ് സി ചോദ്യം. 15ാമത്തെ ചോദ്യം, ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്? തന്നിട്ടുള്ള ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്? ക്വസ്റ്റ്യൻ 15, താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുക. 2 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കി 4 ഓപ്ഷനിൽ ഏതാണോ കറക്റ്റ് ആയിട്ടുള്ളത് അത് കണ്ടെത്തി എഴുതാനാണ്. ഇനി പ്രസ്താവന 1, ചതുരത്തിന് 4 വശങ്ങളുണ്ട്. പ്രസ്താവന 2, ചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും എപ്പോഴും തുല്യമായിരിക്കും. അപ്പോൾ ഈ 2 പ്രസ്താവനയും മനസ്സിലാക്കുക. എന്നിട്ട് ഓപ്ഷൻ നോക്കിയിട്ട് ഏതാണോ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് അത് എഴുതുക. അപ്പോൾ ഓപ്ഷൻ എ, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി, പ്രസ്താവന 1ഉം 2ഉം തെറ്റാണ്. ഓപ്ഷൻ സി, പ്രസ്താവന 1 ശരിയും 2 തെറ്റുമാണ്. ഓപ്ഷൻ ഡി, പ്രസ്താവന 1 തെറ്റും 2 ശരിയുമാണ്. അപ്പോൾ 4 ഓപ്ഷനും ഒരേപോലെ തോന്നും. പക്ഷേ എന്താണ് ഇതിൽ മാറ്റമുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഉത്തരം ഏതാണ് ശരിയായി തോന്നുന്നത് അത് എഴുതുക. ഇനി 17ാമത്തെ ചോദ്യം, ചിത്രത്തിൽ ഒരു വര മാത്രം വരച്ച് ഇതിനെ സമചതുരമാക്കി മാറ്റുക എന്നാണ്. അപ്പോൾ അവിടെ അളവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അളവിൽ ഏത് അളവിലൂടെ നമ്മൾ വര വരച്ചാലാണ് അതിനെ സമചതുരമാക്കി മാറ്റുക എന്ന് മനസ്സിലായാൽ കൃത്യ ഉത്തരത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ 10 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു 10 സെൻറ്റിമീറ്ററിന് നമ്മൾ ഏതോ ഒരു അളവിലൂടെ വരച്ചാൽ അതിനെ സമചതുരാക്കി മാറ്റാം. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ചാൽ മതി. അടുത്തത് 18ാമത്തെ ചോദ്യം, എൻ്റെ പേര് എഴുതാമോ എന്നാണ്. നമ്മൾ കടങ്കഥൊക്കെ പറയൂലേ അതേപോലെ. അപ്പം അതിൽ തന്നിട്ടുള്ള പോയിന്റുകൾ, നിങ്ങൾ കളിക്കുന്ന ഫുട്ബോൾ എൻ്റെ രൂപത്തിലാണ്. ഞാനൊരു ത്രിമാന രൂപത്തിലാണ്. എനിക്ക് പരന്ന മുഖങ്ങളോ വക്കുകളോ മൂലകളോ ഒന്നുമില്ല. ആ 3 പോയിന്റ് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക. നിങ്ങൾ കളിക്കുന്ന ഫുട്ബോൾ എൻ്റെ രൂപത്തിലാണ്. അപ്പം തന്നെ നമുക്ക് ഉത്തരം കിട്ടും. പിന്നെ 2 പോയിന്റും കൂടെ തന്നിട്ടുണ്ട്. ഞാനൊരു ത്രിമാന രൂപത്തിലാണ്. എനിക്ക് പരന്ന മുഖങ്ങളോ വക്കുകളോ മൂലകളോ ഒന്നുമില്ല. അടുത്ത 19ാമത്തെ ചോദ്യം, ഒരു ചതുരക്കട്ടക്ക് എത്ര മുഖങ്ങളുണ്ട്? ഒരു ചതുരക്കട്ടക്ക് എത്ര മുഖങ്ങളുണ്ട്? ക്വസ്റ്റ്യൻ നമ്പർ 20, താഴെ തന്നിട്ടുള്ള അളവുകളിൽ ചതുരം വരക്കാൻ കഴിയുന്ന അളവ് ഏതാണ്? 4 ഓപ്ഷന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതോ 4 അളവുകൾ എടുത്താൽ നമുക്ക് ചതുരം വരക്കാം. ഓപ്ഷൻ എ 4, 5, 3, 8. ഓപ്ഷൻ ബി 6, 6, 8, 7. ഓപ്ഷൻ സി 7, 5, 7, 5, 8. ഓപ്ഷൻ ഡി 9, 7, 6, 3. ഇതിലേത് അളവ് എടുത്താലാണ് നമുക്കൊരു കൃത്യമായിട്ട് ചതുരം വരക്കാൻ കഴിയുക? ഇനി 21ാമത്തെ ചോദ്യം, അടുത്തതാര്? നമ്മൾ പാറ്റേണൊക്കെ എഴുതൂലേ അതേപോലെ 3 ജാമിതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതേപോലെ അടുത്തത് ആരാണ്, അടുത്ത ചിത്രം എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കിയിട്ട് വരക്കാനാണ്. ഇനി 22ാമത്തെ ചോദ്യം, വശത്തിൻ്റെ നീളം 8 മീറ്റർ ആയ ഒരു സമചതുരത്തിൻ്റെ മധ്യത്തിലൂടെ മുറിച്ച് 2 തുല്യ ചതുരങ്ങളാക്കിയാൽ അതിൽ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? വശത്തിൻ്റെ നീളം 8 മീറ്റർ ആയ ഒരു സമചതുരത്തിൻ്റെ മധ്യത്തിലൂടെ മുറിച്ച് 2 തുല്യ ചതുരങ്ങളാക്കിയാൽ അതിൽ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? ഈ ചോദ്യം കേൾക്കുമ്പോൾ ഇത്തിരി ടഫാണ് തോന്നും, മനസ്സിലാവുന്നില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്ത് ചെയ്താൽ മതി? ഒന്ന് ശ്രദ്ധയോട് കൂടിയിട്ടൊന്ന് വായിച്ചാൽ മതി. 8 മീറ്റർ ആയ ഒരു സമചതുരം, 8 മീറ്റർ 4 വശവും തുല്യമായിരിക്കുമല്ലോ സമചതുരം എന്ന് പറയുമ്പോൾ. അങ്ങനെയുള്ള ഒരു സമചതുരം, അതിൻ്റെ നീളം വീതിയൊക്കെ 8 ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യാണ്? അതിനെ 2 തുല്യ ഭാഗങ്ങളായിട്ടുള്ള ചതുരങ്ങളാക്കി മാറ്റുകയാണ്. അപ്പോൾ നമുക്കവിടെ വീതിയും കിട്ടും നീളവും കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ചതുരത്തിൻ്റെ ചുറ്റളവ് കാണുക. അത്രയേ ഉള്ളൂ. ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ മതി. അപ്പോൾ കൺഫ്യൂഷൻ ആവില്ല. അടുത്ത 23ാമത്തെ ചോദ്യം, 36 സെൻറ്റിമീറ്റർ ആകെ വശങ്ങളുള്ള ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? 36 സെൻറ്റിമീറ്റർ ആകെ വശങ്ങളുള്ള ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? അടുത്തത് ലാസ്റ്റ് ചോദ്യം, 24ാമത്തെ ചോദ്യം, ചിത്രത്തിൻ്റെ പേരെഴുതുക എന്നുള്ളതാണ്. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ആ ചിത്രത്തിൻ്റെ പേരെഴുതുക. ഇത്രയുമാണ് നമ്മുടെ ഗണിതത്തിലെ ഈ മോഡൽ എക്സാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും ആ മാർക്ക് കമൻറ്റ് ചെയ്യണം. ടോട്ടൽ 20 മാർക്കിനായിരിക്കും. ആൻസർ കീ കിട്ടാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞത് ഒന്നും കൂടി പറയാണ്. വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് എന്തായാലും വാട്സാപ്പ് ഗ്രൂപ്പിൽ ആൻസർ കീ വിടും. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ടീച്ചർക്ക് ഒഴിവുണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ട് മറുപടി തരാം. അപ്പോൾ മാർക്ക് നോക്കിയിട്ട് ആൻസർ കീ നോക്കി മാർക്ക് എത്രയാണോ കിട്ടിയത് അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയുകയാണ്, ഇനി അടുത്ത വീഡിയോ ചെയ്യുന്നത് എല്ലാ വിഷയത്തിൻ്റെയും 2ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. അത് 80 മാർക്കിനായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കണം. എല്ലാ വിഷയത്തിൻ്റെയും 2ാമത്തെ യൂണിറ്റ് ഇരുന്ന് പഠിക്കണം. അതിന് നമുക്ക് 80 മാർക്കിന് LSSൻ്റെ മോഡൽ എക്സാം പോലെ തന്നെ ചെയ്യാം. ഓക്കെ, താങ്ക്